ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഈ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്, ഞാൻ എൻ്റെ കുട്ടികളെ ചൂരൽ കൊണ്ട് അടിച്ചാണ് വളർത്തിയിട്ടുള്ളത്. ചുരൽ കൊണ്ട് അടിച്ചു വളർത്തിയതിന്റെ പ്രയോജനം അവരിപ്പോ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ ആ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കാറുമുണ്ട്. അങ്ങനെ ചൂരൽ കൊണ്ട് അടിച്ചു വളർത്തു എന്ന് മാത്രമല്ല, ആ ചൂരല് എൻ്റെ പുസ്തക അലമാരയിൽ ഒന്നിന്റെ മുകളിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എൻ്റെ മക്കൾ ആ ചൂരൽ കാണുമ്പോൾ ഓർക്കണം, അമ്മ ഞങ്ങൾക്ക് ഈ ചൂരൽ വെച്ച് തന്ന പ്രഹരം. അവരുടെ മക്കൾ ചോദിക്കും, എന്താണത്? അത് ചൂരലാണ്, എന്തിനാണ് അത് വെച്ചിരിക്കുന്നത്? അത് ഞങ്ങളെ തല്ലിയതാണ്, നിങ്ങളെയും തല്ലാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. കുറ്റം ചെയ്താൽ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്നാൽ, കോൺസെൻട്രേഷൻ ഇല്ലാതിരുന്നാൽ എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കണം അവരുടെ മക്കളോട്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാണത്തക്ക രീതിയിൽ ഒരു അൽമാരയുടെ മുകളിൽ ഞാൻ ആ പുസ്തക അലമാരയുടെ മുകളില്, അത് ആണല്ലോ സാധാരണ പിന്നെ പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാറുള്ള അൽമാരകൾ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ അനുഭവം കൊണ്ട് തന്നെ പഠിക്കുകയാണ്. അതുപോലെ നമ്മൾ ക്ലാസ് മുറിയിൽ, അതായത് കുടുംബത്തിലെ ജീവിതം, കുട്ടികൾ 4 വയസ്സാകുമ്പോഴത്തേക്ക് നഴ്സറിയിൽ പോകുന്നു. പിന്നെ നഴ്സറി തൊട്ട് അവര് ചിലപ്പോൾ 20, 22, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രായം വരെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും. അപ്പൊ ഈ മാതാപിതാക്കള്, അതായത് ഗർഭസ്ഥ ശിശുവിനെ തൊട്ട് 4 വയസ്സ് വരെ അമ്മയും അച്ഛനും, അമ്മ പ്രത്യേകിച്ച് അച്ഛനും അതോടൊപ്പം തന്നെ മക്കളെ മാനേജ് ചെയ്യുമ്പോൾ, കുട്ടികളുടെ വളർച്ചയുടെ ഓരോ സ്പന്ദനവും നിരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ആ പ്രായത്തിന് ശേഷം അവർ സ്കൂളിൽ എത്തിപ്പെട്ടാൽ ഈ റോള് ഈ അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ പിന്നെ വളരെ കുറച്ച് സമയം മാത്രമാണ്. വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈവനിങ് ആയി, അവർ പിന്നെ പാഠങ്ങൾ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ചെയ്തു, അത് കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞ് അവർ ഉറങ്ങാൻ പോകുന്നു. അപ്പൊ പകൽ സമയം മാതാപിതാക്കൾക്ക് കിട്ടുന്ന വളരെ കുറച്ച് സമയമാണ്. പകൽ സമയം മുഴുവൻ ഇവർ അധ്യാപകരുടെ ഒപ്പമാണ് കുട്ടികൾ ജീവിക്കുന്നത്. ആ അധ്യാപകർ അപ്പൊ മാതാപിതാക്കളാകണം എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ, മാതാപിതാക്കൾ എങ്ങനെ അവരുടെ മക്കളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുമോ, അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ, അവർ പഠിക്കുന്നുണ്ടോ, അവർ പാഠഭാഗങ്ങൾ പഠിച്ചോ, അവർ ഹോംവർക്ക് ചെയ്തോ, ഇതൊക്കെ മാത്രം നോക്കിയാൽ പോരാ. അവര് വൃത്തിയായി വരുന്നുണ്ടോ? പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കൈനഖം വെട്ടിയിട്ടില്ലെങ്കിൽ ആ നഖം മേശപ്പുറത്ത് വെച്ചിട്ട് റൂൾ തടി കൊണ്ട് സാർ ആ നഖത്തേൽ അടിക്കുമായിരുന്നു. എന്തിനാണ്? മേലിൽ നഖം നീട്ടരുത്, നഖത്തിനകത്ത് അഴുക്ക് കയറിയിരിക്കും, അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കാണിച്ചു തരാനാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ അതുപോലെ കുട്ടികൾ വൃത്തിയായിട്ടാണോ വസ്ത്രം ധരിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, മാന്യമായിട്ടാണോ വസ്ത്രം ധരിക്കുന്നത്, വൃത്തിയായിട്ടാണോ വസ്ത്രം ധരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ, അധ്യാപകർ എന്ന് വെച്ചാൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും, അതായത് മാതാപിതാക്കൾ കുടുംബത്തിനകത്ത് ചെയ്യുന്ന ആ സേവനം തന്നെ അവർ സ്കൂളിൽ വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തു കൊണ്ടുപോയാൽ മാത്രമേ കുട്ടികളെ നാം ആദ്യം ഉദ്ദേശിച്ചതുപോലെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതിലെ ടീച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിസ്തുലമായ കോൺട്രിബ്യൂഷൻ. അവിടെയൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഡോക്ടർ രാധാകൃഷ്ണന്റെ ഒക്കെ സേവനങ്ങൾ, അദ്ദേഹമൊക്കെ പറഞ്ഞിരിക്കുന്നത്, വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിചിന്തനങ്ങൾ എത്ര മഹത്തരങ്ങളാണ് എന്ന് നാം ഓർമ്മിക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തെയൊക്കെ പിൻപറ്റി വേണം നാം അധ്യാപകരായിട്ട് പ്രവർത്തിക്കാൻ. നാം നമ്മെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് സദാ വായിച്ചും ചിന്തിച്ചും വളരണം. അതോടൊപ്പം തന്നെ നമ്മളുടെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളെയും ചിന്തിച്ചും വായിച്ചും എഴുതിയും പഠിപ്പിച്ചും വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അപ്പൊ അവരുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ ഭാഗം, അതായത് ഭാവം പോലും നാം നിരീക്ഷിക്കണം. അതിലെ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയണം. ആ പാകപ്പിഴകളെ നാം ചൂണ്ടിക്കാണിക്കുകയും അത് കറക്റ്റ് ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന്റെ ജീവിതം, ശിശു, അതായത് ആ ഒരു പൂമൊട്ടായി തന്നെ അത് വിരിഞ്ഞ്, അത് പരിലസിച്ച്, അത് സുഗന്ധം പരത്തി ലോകത്തെ മുഴുവനും അതിന്റെ ആ സുഗന്ധത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാനായിട്ടാണ് ഈ ശിശുദിനത്തിൽ അധ്യാപകരായ നാം, അധ്യാപകർ മാത്രമല്ല, മാതാപിതാക്കളും അധ്യാപകരും, അങ്ങനെ വരുമ്പോൾ സമൂഹം മൊത്തം എന്ന് നമുക്ക് പറയാം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് മാതാപിതാക്കൾ ആണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ്, അങ്ങനെ നാം എല്ലാവരും തന്നെ ഈ പ്രക്രിയയുടെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്.